ഹേ ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. സോ ഇപ്പോൾ സമയം 9:30 ഞാനിപ്പോഴാണ് എണീക്കുന്നത്. സോ നമുക്കിനി ഫസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കാണാം. ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഈ ബാൽക്കണി തുറക്കും. എനിക്കൊരു ശീലമാണ്. മണി പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ കുറേ അപാകതകളുണ്ട്. സോ പല്ല് തേച്ച് കഴിഞ്ഞാൽ എനിക്കിതാ ഈ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് മുളകാണ്, മറ്റേത് ചീരയാണ്. അപ്പം ഞാൻ എന്നും പല്ല് തേച്ച് കഴിഞ്ഞ് വന്നാൽ ഇതിനൊന്ന് നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ ആദ്യം സാധനങ്ങൾ ഓർഡർ ചെയ്യണം. അക്ഷയേട്ടന് പുട്ടും ഗ്രീൻ പീസ് കറിയും മതി എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അവക്കാഡോ ഇവിടെ ഉള്ളത് പഴുത്തില്ല. അത് കാരണം ഞാൻ എന്ത് വിചാരിച്ചു, വേറെ ഓർഡർ ചെയ്യാമെന്ന്. ഇനി ഓർഡർ ചെയ്യുന്നതും പഴുക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നോക്കാം എന്തായാലും. രാവിലെ തന്നെ ഇത്ര വൃത്തിയുള്ള എൻ്റെ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ജനലൊന്ന് തുറന്നിടും, കാരണം കുറച്ച് വെളിച്ചം വേണം. കണ്ടോ, പീസ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയും ഞാൻ തുറന്നിടും. ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പം ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യട്ടെ. ഓക്കെ. സമയം ഇപ്പോൾ 10 മണി ആയിട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും എനിക്കില്ലാത്ത കാരണം ഈ സമയവും ഞങ്ങൾ എണീക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായി. മൈക്ക് വർക്കിംഗ് അല്ലേ? ഓ മൈ ഗോഡ്, എല്ലാം സോൾഡ് ഔട്ട്. ഇതെന്നിങ്ങനെ അവക്കാടെ എല്ലാം സോൾഡ് ഔട്ടായി. ഞാൻ ഇന്നെന്ത് കഴിക്കും? ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഇട്ട് വെക്കാറുണ്ട്. ഞാൻ ഇന്നലെ അതും വെച്ചില്ല, കാരണം പാല് കേടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും അവക്കാഡോ ടോസ്റ്റ് കഴിക്കാമെന്ന്. ഓട്സ് അലച്ചേ, ഓവർനൈറ്റ്സ് ഓട്സും ഇല്ല, അവക്കാഡോ ഇല്ല. എനിക്ക് എന്താ ചെയ്യാം? സ്ട്രോബെറി ഇല്ല. അയ്യോ. അപ്പം ഞാൻ ഓർഡർ ചെയ്യാൻ വെച്ച കാട്ടിലുണ്ടായ സ്ട്രോബെറിയും കരിക്കും ഒന്നുമില്ല. അത് ഞാൻ സ്ട്രോബെറിയിൽ കണ്ടത്, ഇന്നിപ്പോൾ അതിലില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇന്നലെ കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്യണമായിരുന്നു. സോ ഞാൻ അത് വരുന്ന സമയം കൊണ്ട് അക്ഷയേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇതിട്ടിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ഏപ്രോൺ ഇട്ടിട്ട്. ബിക്കോസ് അല്ലെങ്കിൽ എൻ്റെ മേൽക്കുള്ളവും എനിക്കത് ഇഷ്ടമല്ല. നല്ല രസമുണ്ടല്ലേ? സോ നമ്മൾക്ക് പുട്ടുണ്ടാക്കാം. തൽക്കാലം ഇത് മതി. അക്ഷയേട്ടന് മാത്രം പുട്ട് മതി. അത് കാരണം ഞാൻ കുറച്ച് പൊടി എടുക്കുന്നുള്ളൂ. ഇനി ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എനിക്കിന്ന് പുട്ടുണ്ടാക്കാൻ ഇത്ര ഇൻട്രസ്റ്റ്. നമ്മളെ ഓർഡർ വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ മുടി അയച്ചിട്ടിട്ട് കിച്ചണിൽ കയറുന്ന ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ മുടി എന്താ 2 ദിവസത്തേക്ക് കെട്ടി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചു കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. എനിക്ക് ആക്ച്വലി ഈ പുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ എല്ലായിടത്തും ആവും. അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര മടിയാട്ടോ പുട്ടുണ്ടാക്കാൻ. ഇപ്പോൾ പുട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം, ഈ അക്ഷേട്ടനാണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുഴച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം വെക്കും. സോ നമ്മൾ പുട്ടിടാനുള്ള ടൈമായി. എനിക്ക് ഇതിൽ ഇനിയും കൈയിടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പം അത്രയും സുഖമായി. ഇനിയും കൈയിട്ട് ഇനി ഇതാക്കുമ്പോഴത്തേക്ക് ഇനി ദേഷ്യം വരും. ഞാനെടുത്ത പൊടി കറക്റ്റായിരുന്നു. കറക്റ്റ് അക്ഷയേട്ടൻ്റെ ഒരു കുറ്റി പുട്ട്. ആക്ച്വലി എന്നും രാവിലെ ഫസ്റ്റ് അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ആളെന്ന് വെച്ചാൽ ചൂടുവെള്ളം ആയിരിക്കും, അതായത് ചുക്കുവെള്ളം, കരിങ്ങാലിപ്പൊടിയൊക്കെ ഇട്ടിട്ട്. കാരണം എനിക്ക് പണ്ട് തൊട്ട് അത് ശീലം. പക്ഷെ ഇപ്പം ഭയങ്കര ചൂടായത് കാരണം ഞാൻ എന്ത് ചെയ്യും, ഫുള്ള് ഫ്രിഡ്ജിലാണ് വെള്ളം വെക്കുന്നത്. ഞാൻ ചൂടുവെള്ളം ഇപ്പോൾ വെക്കാറേ ഇല്ല. ഇത് കെൻ യു സീ മൈ മാഗ്നറ്റ്സ്? കുറച്ചും കൂടി അവിടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് പോയത് ഇനി കുറെ പോവാനുണ്ട്, അത് വേറെ കാര്യം. സോ നമ്മുടെ ഫുഡ് റെഡി. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇതൊക്കെയാണ്. ഗ്രീൻ പീസ് കറി ഇതെനിക്ക്. പിന്നെ എപ്പോഴും ഒരു ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ. പിന്നെ എന്താ, അക്ഷേട്ടനെ കാത്തുക്കലേ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഉള്ള വയ്ക്കും. ആ കുറേ നേരമായി വിളിക്കണം.
വേം വാ. പ്രൈം മിനിസ്റ്റർ ആയേക ഫോൺ വിളിച്ചുകൊണ്ടാണ് ചായ കുടിക്കാൻ വരുന്നത്. കുറച്ചു നേരം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറാന്ന് വെച്ച്, കാരണം ഞാൻ ഇൻസ്റ്റ നോക്കിയില്ല. അക്ഷേട്ടൻ എന്താ ജോലിക്ക് പോവാണ്, ഓഫീസിലേക്ക് പോവാ അക്ഷേട്ടൻ. ബൈ. അപ്പൊ അക്ഷേട്ടൻ വർക്കിന് പോയി. ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ എന്റെ സ്പീക്കറിൽ പാട്ട് വെക്കും, ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടാണ് ഞാൻ ഇന്നും പണിയെടുക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ പാട്ട് വെച്ച് പണിയെടുക്കാനാണ് ഇഷ്ടം. അത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. അക്ഷേട്ടൻ ഫുഡ് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞു, കാരണം അക്ഷേട്ടൻ ഇഫ്താർ പറയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അക്ഷേട്ടന്റെ ചോറ് എടുത്തില്ല. അക്ഷേട്ടൻ എനിക്കും വേറെ വേറെ റൈസാണ്. ഞാൻ ഇപ്പൊ വൈറ്റ് റൈസ് വയ്ക്കുന്നത്, കുഞ്ഞു കുക്കർ. അപ്പം എനിക്ക് ചോറ് വയ്ക്കും, അക്ഷേട്ടൻ ഞാൻ ചോറ് വയ്ക്കുന്നില്ല, അക്ഷേട്ടൻ വരുന്നില്ലല്ലോ. ഞാൻ ഇത് കോവക്കുപ്പേരി വെച്ചു, ചോറ് ഇതിലുണ്ട്, ചെമ്മി ഇവിടെ പൊരിക്കുക, ഇനി മോരുകറിയും കൂടി വെക്കണം. ഏപ്രോണ് ഞാൻ കുറച്ചു നേരം ഊരി വെച്ചു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഫാൻ ഇട്ടിട്ടും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ മോരുകറി ഉണ്ടാക്കുക, ഇതും കൂടി കഴിഞ്ഞാ ഇതും കൂടി കഴിഞ്ഞാ ഇന്നത്തെ എന്റെ കുക്കിംഗ് കഴിയും. സോ ഇപ്പൊ സമയം 1:30 എന്റെ കുക്കിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ഞാനൊന്ന് വേക്കം ചെയ്യാന്ന് വിചാരിച്ചു. കാരണം വേക്കം ചെയ്യൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പൊ ഇന്ന് എനിക്ക് തോന്നി, ഞാൻ മെഞ്ഞാന്നാണ് ചെയ്തത്, അപ്പൊ ഇന്ന് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേക്കത്തിന്റെ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിച്ചാല് അതിന്റെ സൗണ്ട് ആയിരിക്കും ഫുള്ള്. ഞാൻ എന്നാലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ഇന്ന് എല്ലായിടത്തും തുടയ്ക്കാനുള്ള ടൈമും ഇല്ല, എനിക്കാണെങ്കിൽ മടിയാവും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കിച്ചൺ മാത്രം തുടയ്ക്കാന്ന്. അല്ലെങ്കിൽ ഞാൻ വേക്കം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചില ദിവസമൊക്കെ തുടയ്ക്കാറുണ്ട്. ഇത് ഭയങ്കര ഈസിയാ. രാവിലത്തെ പോലെ തന്നെ എന്റെ അടുക്കള ഇപ്പൊ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി കുളിക്കാൻ പോവാ. കുളിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാം, ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. എനിക്ക് എപ്പോഴും ശീലാണ്. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്ന് വാഷിംഗ് ഒന്നും ഉണ്ടായില്ല, ഞാൻ ഇന്നലെ വാഷ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ അതും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയേനെ. സോ ഇനി ഞാൻ കുളിച്ചു വരട്ടെ, കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പൊ അറൌണ്ട് 2 o'clock ആയി, പക്ഷെ എനിക്ക് വിശക്കൊന്നുമില്ല. സോ ലെറ്റ് മീ ടേക്ക് എ ബാത്ത്. ഇപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി എന്റെ ഹെയർ ഡ്രൈ ചെയ്യണം. ബിക്കോസ് ഞാൻ ഇപ്രാവശ്യം ഹെയർ ചെയ്തപ്പോ അവര് പറഞ്ഞു ഹെയർ ഡ്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ സെറം അപ്ലൈ ചെയ്യാം. സ്ട്രിക്സ് ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പൊതുവെ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് ഐ ജസ്റ്റ് ട്രൈ. ഇത് എനിക്ക് മിട്ടു തന്നതാ. അപ്പൊ ഞാൻ ഇതായിരുന്നു ഞാൻ ഇപ്പൊ അടുത്ത് യൂസ് ചെയ്തത്. ഞാൻ മുന്നേ വാങ്ങിയതാ. ഇത് ലോക്കൽ ബ്രാൻഡാ. എന്റെ മുടിയാണെങ്കിൽ ഡ്രൈ ചെയ്താൽ പെട്ടെന്നൊന്നും ഇതാവില്ല. ഞാൻ കുറച്ചു നേരം ഡ്രയർ യൂസ് ചെയ്തു, എനിക്ക് മടിയാവുക, എനിക്ക് അതിനുള്ള ക്ഷമയില്ല. കുറെ നേരം ഡ്രയർ വെച്ച് മുടി ഇതാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് കാരണം ഞാൻ കുറച്ചു നേരം ആക്കിയിട്ട് ഞാൻ നിർത്തി. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ കുളിച്ചു കഴിയുമ്പം സെറാവേന്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ മുഖത്ത് തേക്കാറുണ്ട്. ഇത് തേക്കുമ്പോ ഭയങ്കര ചൂടാ, ഇത് തേച്ചു കഴിഞ്ഞാൽ ഫുള്ള് വേർക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ചേട്ടനില്ലാത്തപ്പോ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുക വെച്ചാൽ ഇതാ ഇങ്ങനെ സീരീസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. അപ്പൊ അതെന്റെ ചോറ്, കുമ്പറയ്ക്ക് മസ്റ്റാ, എന്തെങ്കിലും സാലഡ് ഞാൻ ഉണ്ടാക്കും, മോരുകറി, കോവക്കുപ്പേരി ആൻഡ് മൈ ഫേവറേറ്റ് ചെമ്മി പൊരിച്ചത്. ഞാനപ്പം ഡ്രാമയാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കൊറിയൻ ഡ്രാമ കണ്ടിരിക്കും.
ചെമ്മീൻ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ്, പക്ഷെ എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു ഡയറ്റിലാണ്. ഇത് ഞാൻ കുറേ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്തതാണ്. അപ്പം ഞാൻ അങ്ങനെ യൂഷ്വലി വെളിച്ചെണ്ണ എടുക്കാറില്ല. എനിക്കിഷ്ടമല്ല ഒരുപാട് ഓയിൽ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഇടുന്നൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇന്ന് എനിക്ക് ഇടേണ്ടി വന്നു, എൻ്റെത് അടിയിൽ പിടിച്ചു. സോ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് മോരുകറിയും പിന്നെ ഇത് എന്തായിരുന്നു, കോവയ്ക്കയും. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും ആക്കി വെക്കാറില്ല, നിങ്ങൾക്ക് കാണിക്കാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത്. കുറച്ച് ചോറുള്ളൂ, പക്ഷെ സാരമില്ല. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ സീരീസ് കാണുന്നു പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ ആര് ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല. ഫോൺ വിളിച്ചാൽ എനിക്ക് ഇങ്ങനെ സീരീസ് കണ്ടോണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. സോ അത് കാരണം ഞാൻ ഫോൺ എടുക്കില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിലേക്ക് 1-2 ഫോണൊക്കെ വന്നു. ഇപ്പൊ സമയം 4 മണിയാവാൻ പോവാ. ഇനി എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അപ്പൊ അത് ചെയ്ത് ഞാനിങ്ങനെ ഒരു 5 മണി 6 മണി വരെയൊക്കെ ചിലപ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. പിന്നെ ഇടയിൽ ഞാൻ ഫോൺ നോക്കും, ഇൻസ്റ്റഗ്രാം കാണും, അങ്ങനെയൊക്കെ. യൂഷ്വലി ഞാൻ ഇത്ര സമയമൊന്നും എടുക്കാറില്ല. ഞാൻ 2 മണി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 1:30 ആകുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിയും, ഞാൻ എത്ര നേരം വൈകി എണീച്ചാലും. പക്ഷെ ചില ദിവസം ഇങ്ങനെ പോകും. പിന്നെ എനിക്ക് ശരിക്കും പുറത്ത് പോകാണ്ടായിരുന്നു, എൻ്റെ സ്റ്റിച്ച് ചെയ്തൊക്കെ വാങ്ങാമല്ലോ, പക്ഷെ ഞാൻ പോകുന്നില്ല. സോ യാ, സോ ഐ എം ഗോണ ഡു സം വർക്ക്സ്. ഓക്കെ, ഐ എം ബാക്ക്. ഇപ്പൊ സമയം 6 മണി ആവാറായി. ഇങ്ങനെ പോണ്. നെക്സ്റ്റ് ഐ എം കോളിങ് മൈ മദർ. 2 പേരും ഒരേ സമയത്ത് എന്നെ വിളിച്ചു. ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ? 7:30 കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോണത്. എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് യൂട്യൂബിൽ ഇടാന്. ഗായ്സ്, അപ്പൊ ഇപ്പൊ സമയം 7:45 കണ്ടോ, അല്ല 7:55. സോ ഞാൻ ഇത്ര നേരം വീട്ടിലേക്കൊക്കെ വിളിച്ചിരുന്നു. ഞാൻ പൊതുവേ അങ്ങനെ വീട്ടിലൊന്നും എല്ലാ ദിവസവും ഒന്നും വിളിക്കാറൊന്നുമില്ല. അമ്മയൊക്കെ എന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ലച്ചുവിനെ ഇടയ്ക്ക് വിളിക്കും, അങ്ങനെയൊക്കെ. സോ ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പെഗാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസമായി സ്പെഗാറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പ്രോൺസ് വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഈസി പണി എടുക്കണം. ഓക്കെ, ശരിക്കും ഞാൻ 7 മണിക്ക് ഫുഡ് കഴിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 7:30. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കഴിക്കാറില്ല. പുറത്ത് പോയില്ലെങ്കിൽ ഓക്കെ, പുറത്ത് പോവാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വരി വെച്ച് കഴിക്കും. ഡയറ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ടുള്ള ഡയറ്റാണ് ഞാൻ ചെയ്യണത്. സോ ഇതാണ് എൻ്റെ സ്പെഗറ്റി. ഇത് വീറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ആദ്യം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. മീൻവെയിൽ ഞാൻ എൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യും. ഐ തിങ്ക് ഐ ഓൺലി നീഡ് ലെസ്, ബിക്കോസ് ഞാൻ മാത്രം കഴിക്കുന്നുള്ളൂ. അക്ഷയേട്ടൻ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കിത് എത്ര എടുക്കണം എന്നറിയില്ല. ഞാൻ മുന്നേ വാങ്ങിയതിൻ്റെ അളവൊക്കെ എനിക്കറിയായിരുന്നു. എനിവേ, I'm gonna take this much. So let's cook this. അത് കുക്കാണ് ടൈമിൽ ഞാൻ ഗാർലിക് പൗഡർ ഉണ്ട്, പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്ന ടേസ്റ്റ് അത് പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടുന്നതാണ്. ഓക്കെ, നൗ ഐ എം ഗോണ ആഡ് സ്പെഗാറ്റി. Here goes my spaghetti. ആൻഡ് ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ല എരിവുണ്ടാവും. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ അധികം ദിവസം കഴിക്കാറുണ്ട്. രാത്രി എന്തെങ്കിലും എരിവുള്ളത് കഴിച്ചാൽ. പിന്നെ വെള്ളം ആൻഡ് മൈ ഫേവറേറ്റ് K-drama. സോ സ്പെഗറ്റി കഴിക്കാൻ പോവാ. എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ലെറ്റ് മീ ടേസ്റ്റ് ഇറ്റ്. ഇത്തിരി എരിവ് കൂടി, പക്ഷെ എന്നാലും നല്ല ഇഷ്ടപ്പെട്ടു. ഐ വിഷ് യു കുഡ് ടേസ്റ്റ് ദിസ്, സീരിയസ്ലി. ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അക്ഷേട്ടൻ വന്നു തോന്നുന്നു. അക്ഷേട്ടൻ വന്നു. അതാ വലിയൊരു ചക്ക കൊണ്ട്. എവിടുന്നാ ഉണ്ടാന്നേ? ജോബിനാ? ഇനി കുറച്ച് കഴിയുമ്പോഴേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ. ഇല്ല, ചാർജ് ഉണ്ട്. ചാർജ് ഇല്ല. മൈക്കിലും ചാർജ് കഴിഞ്ഞു. ഞാൻ അടുത്ത മൈക്ക് എടുത്തില്ല. അപ്പം ഇനി ഞാൻ കുറച്ചു നേരം എന്ത് ചെയ്യും, ഇവൻ ഫോൺ കളിച്ചിരിക്കും, എന്നാലും കുറച്ചു നേരം സംസാരിക്കും. പിന്നെ ഞാൻ കുറച്ചു നേരം കുറച്ച് പണികളുണ്ട്, ടാബിൽ കുറച്ച് കാണാണ്ട്.
അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. എൻ്റെ കിച്ചൺ ക്ലോസ് ചെയ്യൂ, എൻ്റെ കിച്ചണും ക്ലോസ് ചെയ്തു. അക്ഷയേട്ടൻ ഇഫ്താർ പാർട്ടിക്ക് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണല്ലോ വന്നത്. അത് കാരണം എനിക്കിനി പണിയൊന്നുമില്ല. ഇനി കുറച്ചു നേരം ഫോൺ നോക്കി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന്, പിന്നെ ടാബിൽ സീരീസ് കാണും, പിന്നെ കുറച്ച് വർക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മറന്നു പോകേണ്ട എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നു. അത് കാരണം ഇന്നത്തെ എല്ലാ പരിപാടികളും ലേറ്റായി. വീഡിയോ ഇങ്ങനെ ക്യാമറ അവിടെ ഇവിടെ വെച്ചതൊക്കെ കാരണം. സോ ഗായ്സ്, ഇപ്പോൾ സമയം 11 മണിയായി. ഞാൻ കിടക്കാൻ പോവാ. ഇനി ഞാൻ കിടന്ന് ഫോണിൽ കളിക്കും, ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കും. ഉറങ്ങുമ്പോൾ ഒരു 12-1 ആവും. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ട ഈറ്റിനെ ഡേ എന്തായാലും അതൊക്കെ ഞാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഉണ്ടെങ്കിൽ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ ഡേ ഇൻ മൈ ലൈഫ്. സോ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, വേറെ വേറെ ആയിരിക്കും. ഞാൻ ഇനിയും ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. ഓക്കെ ദെൻ, ബൈ.